ഹായ് നമസ്കാരം. ഞാൻ അപ്പുകുട്ടൻ കടിമേനി. എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊള്ളുന്നു. കൃഷിപ്പത്തായം എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് കൃഷിയല്ല. ഞാൻ എൻ്റെ മുറ്റത്ത് ഉണ്ടാക്കിയ ഒട്ടനവധി കരകൗശല വസ്തുക്കളും അതിനോടനുബന്ധിച്ചുള്ള മറ്റു കാര്യങ്ങളുമാണ് പറയാൻ പോകുന്നത്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാൻ എൻ്റെ മുറ്റത്ത് ഒട്ടനവധി കരകൗശല വസ്തുക്കൾ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളുമായി ഷെയർ ചെയ്യണം. ഇത് ഞാൻ ചാക്കിൽ ചെയ്ത ഒരു പശുവും കിടാവുമാണ്. അതുപോലെ ഞാൻ മുറ്റത്തൊരു പോണ്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു സീസോ, ജലചക്രം ഇതൊക്കെ ഉണ്ട്. മുമ്പേ ചെയ്താണ്. ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ ഓണമൊക്കെ ആകുമ്പോൾ എല്ലാം ഒന്ന് എല്ലാം റീസെറ്റ് ചെയ്തതാണ്. എന്നെങ്കിൽ എല്ലാം പരിപൂർണ്ണമായിട്ടില്ല, കാരണം മഴ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു. ഇതിപ്പോൾ അടുത്ത ദിവസം ചെയ്ത ഒരു പ്ലാവാണ്. ഈ പ്ലാവിൻ്റെ ഒരു പ്രത്യേകത, നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും ഷിഫ്റ്റ് ചെയ്ത് വെക്കാം. മുറ്റത്ത് നമുക്ക് സൗകര്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റാം. ഇതൊരു ആവശ്യപ്പെട്ടിട്ട് ചെയ്തതാണ്. അപ്പോൾ അവർ ഈ ഓണം കഴിഞ്ഞതിന് ശേഷം അവർ കൊണ്ടുപോകും. അത് PVC പൈപ്പ് ആണ് എൻ്റെ പ്ലാവിന് തടിയായിട്ട് ഉപയോഗിച്ചത്. അതിന് തുണിയൊക്കെ ചുറ്റി സിമെൻറ്റൊക്കെ ചേർത്ത് ചെയ്തതാണ്. പിന്നെ ഉള്ളത് ചെടികൾ കട്ട് ചെയ്തതാണ്. അപ്പോൾ അത് 2 ദിവസമായി കട്ട് ചെയ്തിട്ട്, സാധാരണ 1.5 മാസം കൂടുമ്പോൾ കട്ട് ചെയ്യാറുണ്ട്. ഇപ്പോഴത്തെ കട്ടിങ് ചെയ്തപ്പോഴേ മഴയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആ ഒരു തിക്നെസ് വന്നില്ല. ഒരു 2 ആഴ്ച പിടിക്കും അതിന് ക്ലിയറായി വരണമെങ്കിൽ. നല്ല ബുഷായിട്ട് വരും. ഇതൊരു കാട്ടുപൂച്ച. ഇത് നമ്മൾ വെട്ടുകല്ല് ചെയ്തതാണ്. വെട്ടുകല്ലാണ് ഇതിൻ്റെ. ഇവിടെ ഒരു ചെറിയ പോണ്ടുണ്ട്. അതിലൊരു താമര ഉണ്ട്. താമര ഇപ്പോൾ ഉടനെ മുട്ടായിട്ടുണ്ട്. ഓണത്തിനാകുമ്പോൾ ആവുമായിരിക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഓണാശംസകൾ. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. നന്ദി, നമസ്കാരം.